ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രശ്നം സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാ ലീഗ് ടേബിൾ ടോപ്പിൽ എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ റേസിന് വേണ്ടി കടുത്ത കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്നലെ ഒരു കുറച്ചു നേരത്തേക്ക് ടേബിൾ ടോപ്പിൽ ആയി പറയുമ്പോഴേക്ക് ഈ റയൽ ഫാൻസ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഒരു കളി പുറകിൽ നിൽക്കുന്ന ബാഴ്സലോണ ഉണ്ട്, അതൊന്നും നോക്കുന്നില്ല. നമ്മൾ ടേബിൾ ടോപ്പിൽ എത്തി എന്നിട്ട് ബാഴ്സലോണ കടത്തെ മുകളിലെത്തി. ഫുൾ സോഷ്യൽ മീഡിയയിൽ ഫുൾ തന്നെ സ്റ്റാറ്റസുകളും അതേപോലെ റീൽസുകളും കാര്യങ്ങളും തകർത്തോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞില്ലേ? ബാഴ്സലോണ ടോപ്പിലെത്തി വീണ്ടുതാ ഇന്നിപ്പോ വിജയിച്ചിട്ട് 3-0 ഗംഭീര വിജയം വിജയിച്ചിട്ട്. അപ്പൊ ഒരു ചെറിയൊരു അവസരം കിട്ടുമ്പോഴേക്കും അങ്ങനെ കിടന്ന് കളിക്കല്ലേ. അതേപോലെ തന്നെ ബാഴ്സലോണ ആരാധകരോട് പറയാനാണ്, 1 പോയിന്റ് ലീഡുള്ളൂ. നിങ്ങളും ഒരുപാടൊന്നും എപ്പോഴുള്ള കാര്യമൊന്നുമല്ല. ഇനിയും ഒരുപാട് മത്സരങ്ങളാണ്. 23 മത്സരങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് മത്സരങ്ങൾ ബാക്കിയുണ്ട്. അപ്പോ നമുക്ക് ഒരു ധാരണയൊക്കെ ഉണ്ട്. നല്ലൊരു ലീഡൊക്കെ ഉണ്ടായതാണ്. അവസാന മത്സരത്തിൽ ബാഴ്സലോണ പരാജയപ്പെട്ടോടിയിട്ടാണ്, റയൽ സൊസിഡാഡായിട്ട് പരാജയപ്പെട്ടോടിയിട്ടാണ് 3 പോയിന്റ് 4 പോയിന്റ് ലീഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ 1 പോയിന്റ് അത് ഏത് സമയത്തും നഷ്ടപ്പെടാം. എന്താ പറയുക, ഇത് ഫുട്ബോളാണ്. ഇനിയും ലീഗിൽ ഒരുപാട് മത്സരങ്ങൾ വരാനുണ്ട്. അതേപോലെ എൽ ക്ലാസിക്കോ വരാനുണ്ട്. അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ തിരിയാം. ബാഴ്സലോണ മുന്നിലോട്ട് പോകാം, അതേപോലെ റയൽ മാഡ്രിഡ് മുന്നിലോട്ട് പോകാം. പക്ഷെ ഈ ഒരു കളി ഒരു ടീം നിൽക്കുന്ന സമയത്ത്, പുറകിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ കളി കഴിഞ്ഞിട്ട് നിങ്ങൾ ആഘോഷിക്കാം. അതോ ഇപ്പോഴേ കിട്ടുള്ളൂ എന്നുള്ള ആഘോഷമൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പൊ എന്തായാലും ഇതിന്റെ താഴെ ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് തെരുവന്നിട്ട് വരരുതിട്ടോ. ഞാനൊരു കോമഡി ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും ഫുട്ബോളാണ്. അപ്പൊ നമ്മൾ ഈ കളി ജയിക്കുമ്പോൾ നമ്മൾ ആഘോഷിക്കും. അതിപ്പോൾ ഏത് ടീം ആയിക്കോട്ടെ, ഏത് ഫാൻസ് ആയിക്കോട്ടെ, നമ്മുടെ ടീം ജയിക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് ടീമിന് നല്ലപോലെ കൊടുക്കാനുള്ള എന്താ പറയുക, തിരിച്ച് നമ്മൾ പരാജയപ്പെടുമ്പോൾ ഇങ്ങോട്ട് കിട്ടേണ്ടതാണ്. അപ്പൊ അത് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നലെ നടന്ന ബാഴ്സലോണ വെച്ച റിയൽ ഓവിഡോ മത്സരത്തിൽ 3-0 വിജയിച്ച ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് ബുദ്ധിമുട്ടിന്റെ ആവശ്യമാണ്. ബാഴ്സലോണ ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ അടിക്കാൻ ആ പെഡ്രിയുടെ ആ ഒരു കുറവ്, ആ സെന്ററിൽ ഇങ്ങനെ കാലിയായി കിടക്കുക, ചങ്ങ കളിക്കുന്ന പൊസിഷനിൽ ഇങ്ങനെ കാലിയായി കിടക്കുന്ന പോലെ ഉണ്ടായത് ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കുറെയൊക്കെ നോക്കി, പക്ഷെ രക്ഷയൊന്നുമില്ല. സെക്കൻഡ് ഹാഫിൽ ഓൽമോയും അതേപോലെ തന്നെ യമാലും റഫീനയൊക്കെ എമ്മാതിരി ഗോളായിരുന്നു റഫീനയുടെ. അതേപോലെ തന്നെ യമാലിന്റെ കിഡിലൻ ഒരു ബൈസൈക്കിൾ ഗോള്, ഓൽമോയുടെ വീണ്ടും ഒരു ബാങ്കർ, ഒരു കിഡിലൻ ഗോള്. എന്താന്ന് പറഞ്ഞാല് യമാൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ എടുക്കുന്നവരെ കണ്ടിട്ടില്ല. എനിക്ക് കാണാത്തതാണ്. ഇനിയിപ്പോ ആശാൻ അങ്ങനെ അടിക്കുന്നുള്ള എനിക്കൊരു ഇതില്ല, അതുവരെ അങ്ങനെ അടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ ഇതുവരെ ഇതിനു മുമ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. റഫീനയുടെ അതേപോലെ ആ ഒരു മൈൻഡ് എന്റെ മോനെ എമ്മാതിരി ആ ഒരു ഡിഫൻസിന്റെ മിസ്റ്റേക്കിൽ വന്നിട്ട് ആ ചിപ്പ് ചെയ്തിട്ടുള്ള ഗോള് വാരിയറാണ്. ശരിക്കും ബാഴ്സലോണയ്ക്ക് പറ്റിയൊരു വാരിയറാണ്. ഇങ്ങനെ ഗോളുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ബുദ്ധിമുട്ടി നിൽക്കുക. ലെവൻഡോസ്കി എന്ന് പറയുന്ന ചങ്ങായി ഫെർണാണ്ടോസ് ഇന്ന് കളിക്കാനല്ല പരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെവൻഡോസ്കിക്ക് ഇന്ന് കിട്ടിയ ചാൻസ് ഉണ്ടെങ്കിൽ ചുരുങ്ങിയൊരു ഹാട്രിക് അടിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. എന്താ പറഞ്ഞാല് മനസ്സെത്തുന്ന അവിടെ ശരീരത്തില്ലാന്ന് പറഞ്ഞില്ലേ, പ്രായം തളർത്തുന്ന പോരാളി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ലെവൻഡോസ്കി പോയിക്കൊണ്ടിരിക്കുന്നത്. സിമ്പിൾ സാധനങ്ങളൊക്കെ അടിച്ചു കയറ്റിക്കോളൂ, പക്ഷെ കുറച്ച് റിസ്കി എലമെന്റ് ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ ബാഴ്സലോണയുടെ തോൽവി കാത്തിരുന്ന കുറെ ഫാൻസുകാരുണ്ട്. അപ്പൊ എന്തായാലും ഇത് ബാഴ്സലോണയാണ്, അവർ എന്തായാലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതേപോലെ റയൽ മാഡ്രിഡ് വില്ലേറലിനെ, ശക്തരായ വില്ലേറലിനെ, അവർ വില്ലേറലിൽ ലീഗിൽ ഇപ്പോൾ 2-3 സ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ 2-0 പരാജയപ്പെടുത്തി എംബാപ്പയുടെ ഡബിളിലൂടെയാണ്. എംബാപ്പെ സീസണിൽ എന്താ കാണിക്കുന്ന, അടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക ഗോളുകൾ. റയലിനൊരു സമയത്ത് മറ്റുള്ള പ്ലേയേഴ്സ് ഒക്കെ ഫോം ആവാതെ ഇരുന്ന സമയത്ത് റയലിന് നെടും തൂണായിട്ട് ഈ ചങ്ങായി ഒരു സൈഡിൽ നിന്നപ്പോൾ കോർട്ടോ ഒരു സൈഡിലുണ്ട്. ഇവർ രണ്ടാളുള്ളതുകൊണ്ട് ഒരുപാട് മത്സരങ്ങൾ റയൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈറ്റിൽ റേസിന് കടുത്ത പോരാട്ടം തന്നെയാണ്. ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ 21 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 17 വിജയവും 1 സമനിലയും 3 തോൽവി അടക്കം 52 പോയിന്റുമായിട്ട് ബാഴ്സലോണ 1ാം സ്ഥാനത്തുള്ള 57 ഗോളുകൾ അടിച്ചു കൂട്ടിയപ്പോൾ 22 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. റയൽ മാഡ്രിഡാണ് 2ാം സ്ഥാനത്തുള്ള 21 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 16 വിജയവും 3 സമനിലയും 2 തോൽവി അടക്കം 51 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്ത് തൊട്ട് പുറകിൽ തന്നെ ഉണ്ട്. 45 ഗോളുകൾ അടിച്ചു കൂട്ടിയപ്പോൾ 17 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. 3ാം സ്ഥാനത്തുള്ള അത്ലറ്റിക്കോ മാഡ്രിഡാണ് 21 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 13 വിജയവും 5 സമനിലയും 3 തോൽവി അടക്കം 44 പോയിന്റ്. ഒരുപാട് പുറകിലാണ്. 7 8 പോയിന്റിന്റെയൊക്കെ പുറകിലാണ് 1ാം സ്ഥാനക്കാരൻ 2ാം സ്ഥാനക്കാരായിട്ട്. 4ാം സ്ഥാനത്തുള്ളത് വില്ലേറിയലാണ്. അവര് 20 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് 13 വിജയവും 2 സമനിലയും 5 തോൽവി അടക്കം 41 പോയിന്റുമായിട്ട് ഒരു കളി കുറവാണ് കളിച്ചിട്ടുള്ളത്. അവർ അടുത്ത കളി ജയിക്കുകയാണെങ്കിൽ കുറെ സെക്കൻഡ് പൊസിഷനിലൊക്കെ ഉണ്ടായിരുന്നു. അവർ അവസാനത്തെ 2-3 മത്സരങ്ങളുടെ സമനിലയും തോൽവിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ എപ്പോഴത്താനുള്ള ഒരു ചാൻസ് ആണ്. 5ാം സ്ഥാനത്തുള്ള എസ്പാനിയറാണ് 21 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 34 പോയിന്റുമായിട്ടാണ്. ഇപ്പൊ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ടൈറ്റിൽ റേസിൽ റയൽ മാഡ്രിഡും ബാഴ്സലോണ തന്നെയാണ് ഈ സീസണിൽ കപ്പടിക്കാൻ ചാൻസ് ഉള്ളത്. ഇനി വളരെ കുറച്ച് മത്സരം, 17 മത്സരങ്ങൾ മാത്രമാണ് ലീഗിൽ ഇനി ബാക്കിയുള്ളൂ. അപ്പൊ എന്തും സംഭവിക്കാം. ബാഴ്സലോണ ആവാം, റയൽ മാഡ്രിഡ് ആവും. അപ്പൊ ആരാന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.
ആദ്യം നമുക്ക് ബാഴ്സലോണ വിസസ് റയൽ ഓവിഡോ മത്സരത്തെ കുറിച്ച് നടക്കാം. മത്സരത്തിൽ ബാഴ്സലോണ 16 ഷോട്ടുകൾ എടുത്തപ്പോൾ അതിൽ 7 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക് വന്നപ്പോൾ റയൽ ഓവിഡോ 10 ഷോട്ടുകളായി 4 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അവര് ആദ്യം അവരുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് എവേ മത്സരം നടന്നപ്പോൾ അവർ ഗംഭീര പെർഫോമൻസ് തന്നെ ആദ്യ ഗോളൊക്കെ ലീഡ് ചെയ്തിട്ട് 3-1 2-1 ബാഴ്സലോണ അന്ന് ജയിക്കുന്നത്. ഇന്നും ഗംഭീര പെർഫോമൻസ് ഒക്കെയാണ്. പക്ഷെ നമ്മുടെ ഗോൾ കീപ്പർ അവിടെ ഉണ്ടല്ലോ, ചങ്ങായി കിടിലൻ സേവ തന്നെയായിരുന്നു, അതിൽ ഒരു സംശയമില്ല. അങ്ങനെ 73% പൊസിഷൻ ഉണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ 27%. ബാഴ്സലോണ 622 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ റയല് 239 പാസ്സാണ് കംപ്ലീറ്റ് ചെയ്തത്. പാസിംഗെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 90% ബാഴ്സലോണയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ 74% മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. യെല്ലോ കാർഡ് 1ഉം 2ഉമാണ് കിട്ടിയിട്ടുള്ളത്. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 3ഉം അവിടെ റയലിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 5ഉം ഉണ്ട്. 10 കോർണേഴ്സ് ബാഴ്സലോണ വിൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല കാര്യമാണ്. ഈ കോർണേഴ്സ് ഒന്നും ബാഴ്സയ്ക്ക് ഒരു കാര്യമില്ല. അതുകൊണ്ട് ബാഴ്സ മിക്കവാറും കോർണേഴ്സ് എടുക്കാൻ സെറ്റ് പീസ് അങ്ങനെ എടുക്കാറില്ല. തട്ടി കൊണ്ടുവന്നിട്ട് പാസിങ്ങിലൂടെ പിന്നെയും ഗോൾ അടിക്കാൻ നോക്കുള്ളൂ. എന്താ പറഞ്ഞാൽ കോർണേഴ്സ് എടുത്തിട്ട് കാര്യം കുറവാണ്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ 10 കോർണേഴ്സ് കിട്ടിയിട്ട് ഒരെണ്ണം പോലും ഗോളിന്റെ അടുത്ത് വരെ എത്താൻ പറ്റില്ല. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ബാഴ്സലോണ ഇമ്പോർട്ടന്റ് ആയ 3 പോയിന്റ് നേടിക്കുന്നത്. വില്ലേറിന്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ 10 ഷോട്ടുകളാണ് വില്ലേറിന്റെ അടുത്ത്. അതിൽ ഒരെണ്ണം മാത്രം ഓൺ ടാർഗറ്റിലേക്ക് പോയിട്ടുള്ളൂ. റയൽ മാഡ്രിഡ് ആണെങ്കിൽ 12 ഷോട്ടുകളിൽ 4 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വില്ലേറിന്റെ ഭാഗത്ത് 41% മാത്രം പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ. റയൽ മാഡ്രിഡിന് 59% പൊസിഷൻ ഉണ്ടായിരുന്നു. 357 പാസുകൾ വില്ലേറിൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 511 പാസുകളാണ് റയൽ മാഡ്രിഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 81% പാസിംഗ് അക്യുറസി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ റയൽ മാഡ്രിഡ് 91% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. 18 ഫൗളുകൾ വില്ലേറിൽ കമ്മിറ്റ് ചെയ്തപ്പോൾ ഇവിടെ 11 ഫൗളുകൾ, 3 യെല്ലോ കാർഡും റയൽ മാഡ്രിഡിന് 1 യെല്ലോ കാർഡും കിട്ടിയിട്ടുണ്ട്. കോർണേഴ്സ് 2 ടീമും 6-6 വിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എംബാപ്പേന്റെ തോടി നിറഞ്ഞ റയൽ മാഡ്രിഡ് പുതിയ കോച്ചിന്റെ കീഴിൽ ഗംഭീര പെർഫോമൻസ് ആണ്. ഫസ്റ്റ് കളിയിൽ പരാജയപ്പെട്ട് കോപ്പ ഡെൽ റേയിൽ പുറത്തായതൊക്കെ കാര്യം ശരിയാണ്. പക്ഷെ അതിനുശേഷമുള്ള മത്സരങ്ങളിലൊക്കെ ഗംഭീര തിരിച്ചുവരവാണ്. ഇനി പെരസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇനി ഞങ്ങൾക്ക് ലാ ലീഗും അടിക്കണം, അതേപോലെ ചാമ്പ്യൻസ് ലീഗും അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന്. അപ്പൊ ആരായിരിക്കും ഈ സീസണിൽ ലാ ലീഗ് തൂക്കുക എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാഴ്സലോണയാണോ അതോ റയൽ മാഡ്രിഡ് ആണോ? 2 ഫാൻസർക്ക് കിട്ടുന്ന അവസരമാണ്. ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.